ഇന്ന് സമൂഹം ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നം എന്താണ് എന്ന് നമ്മൾ ചോദിച്ചാൽ, ഈ രാജ്യത്തും കേരളത്തിലും വർഗീയ ധ്രുവീകരണത്തിന് അതിശക്തമായ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ്. ഏതൊരു വിഷയം സമൂഹത്തിൽ ചർച്ചയ്ക്ക് വന്നാലും ആ വിഷയങ്ങളൊക്കെ വർഗീയമായി മനുഷ്യർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുവാനും പരസ്പരം തല്ലിക്കുവാനും അങ്ങനെ മുതലെടുപ്പ് നടത്തുവാനുമുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതെൻ്റെ വെറും വാക്കല്ല. നമ്മൾ ഇന്നലെ ഒരു ആഘോഷ തിമർപ്പിലായിരുന്നു. തെരഞ്ഞെടുപ്പിൻ്റെ ആരവങ്ങളും അതിൻ്റെ ആഘോഷങ്ങളുമൊക്കെ കഴിഞ്ഞ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. ശരി, സാധാരണ തെരഞ്ഞെടുപ്പുകൾ ഉണ്ടാകുമ്പോൾ യഥാർത്ഥത്തിൽ വികസനത്തെക്കുറിച്ചാണ് നമ്മുടെ നാട്ടിൽ ചർച്ചയുണ്ടാവാറുള്ളത്. റോഡിനെക്കുറിച്ചും പാലങ്ങളെക്കുറിച്ചും പെൻഷനുകളെക്കുറിച്ചും വികസന പദ്ധതികളെക്കുറിച്ചും വലിയ ചർച്ചകളും സിമ്പോസിയങ്ങളും എല്ലാ പാർട്ടികളും നടത്താറുണ്ട്. എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചു പോകും. വിവാദങ്ങൾക്കുമേൽ വിവാദങ്ങളാണ് ഒന്നിനു പിന്നാലെ ഒന്നായി കടന്നു വന്നെങ്കിലും അതിലൊക്കെ ഒരു വർഗീയതയുടെയും ചേരിതിരിവിൻ്റെയും ഒക്കെ ചർച്ചകളാണ് മീഡിയകളും അതുപോലെയുള്ള രാഷ്ട്രീയ പ്രസംഗങ്ങളിലുമൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ഈ ചർച്ച എന്തിനു വേണ്ടിയാണ്? സമകാലിക മാനുഷികമായിട്ടുള്ള സാമൂഹിക ജീവിതത്തെക്കുറിച്ച് നാം ചർച്ച ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു മാറ്റം രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് എന്തുകൊണ്ട് ഉണ്ടായി എന്ന് ചോദിച്ചാൽ, കേരളം വിഭാഗീയതകൾക്കും വർഗീയതകൾക്കും കീഴൊതുങ്ങിയിട്ടില്ല. അതിനുള്ള മാർഗം മെല്ലെ മെല്ലെ വളർത്തിക്കൊണ്ടുവരിക എന്നത് തന്നെയാണ്. നോക്കൂ നിങ്ങൾ, കേരള രാഷ്ട്രീയത്തിൻ്റെ ഒരു മുഖമുണ്ട്. അത് ന്യൂനപക്ഷങ്ങളുടെ വോട്ടുമായി ചേർത്ത് വായിക്കേണ്ടതാണ്. അതിൻ്റെ വിജയവും അതിൻ്റെ പരാജയവും ഈ കേരളത്തിൽ ന്യൂനപക്ഷമായിട്ടുള്ള വിവിധ മതവിഭാഗങ്ങളെ, വിശിഷ്യ മുസ്ലിമീങ്ങളെയും ക്രിസ്ത്യാനികളെയും ഒക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് എന്നറിയാം. മുസ്ലിമീങ്ങളും ക്രിസ്ത്യാനികളുമൊക്കെ ഭിന്നിച്ചു കിട്ടുകയാണ് ഈ വർഗീയവാദികൾക്ക് ഇവിടെ വേരുറപ്പിക്കുവാനുള്ള അടിസ്ഥാനമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തരം ചരടുവലികൾ നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്.